റവന്യൂ വകുപ്പിന്റെ കടുംപിടുത്തത്തിൽ നിളയോര പാതയിലെ ടൂറിസം പദ്ധതികൾ അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് പൊന്നാനി നഗരസഭാ സെക്രട്ടറി എസ് സജിറോൺ. നഗരസഭയ്ക്ക് അവകാശപ്പെട്ടതെന്ന് തീരുമാനമായ സ്ഥലത്തെ ചൊല്ലി റവന്യൂ വകുപ്പ് അനാവശ്യ കടുംപിടുത്തം നടത്തുന്നത് നഗരസഭയുടെ ഭാവി ടൂറിസം വികസന പദ്ധതികൾക്ക് മങ്ങലേൽപ്പിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി എസ് സജിറോൺ പറഞ്ഞു. നഗരസഭയ്ക്ക് നിയമപരമായി അവകാശമുള്ള സ്ഥലത്തെ ചൊല്ലി അനാവശ്യ തർക്കങ്ങളിലേക്കാണ് റവന്യൂ അധികൃതർ നീങ്ങുന്നത്. ഇതിനെതിരെ MLAയുമായും നഗരസഭ ഭരണസമിതിയുമായും കൂടിയാലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് സെക്രട്ടറി കൂട്ടിച്ചേർത്തു. പൊന്നാനി നഗരസഭയിലെ നിളയോര പാത ഇന്ന് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു ടൂറിസം സ്പോട്ടാണ്. ഇവിടെ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടേറെ ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ നിളയോര പാതയ്ക്ക് സമീപത്തുള്ള നഗരസഭയുടെ ചിൽഡ്രൻസ് പാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തു, ആ ഭൂമിയെ സംബന്ധിച്ച പോർട്ട് അധികൃതരും നഗരസഭ അധികൃതരും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു തർക്കത്തെ തുടർന്ന് ബഹുമാനപ്പെട്ട പൊന്നാനി MLA വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ വെച്ച് അതിനെ സംബന്ധിച്ച് റവന്യൂ അധികാരികൾ ഉൾപ്പെടെ സംസാരിക്കുകയും അതിന് പോർട്ട് അധികൃതർക്ക് അവകാശമില്ല, മുനിസിപ്പൽ അധികൃതർക്കാണ് അവകാശം എന്ന് നിശ്ചയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട MLAയുടെയും ബഹുമാനപ്പെട്ട അന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ്റെയും നേതൃത്വത്തിൽ ആ സ്ഥലം താലൂക്ക് സർവേയർ അളന്ന് തിരിച്ച് നഗരസഭയുടെ ചിൽഡ്രൻസ് പാർക്കിനായിട്ടുള്ള സ്ഥലം എന്ന് രേഖപ്പെടുത്തി നഗരസഭയ്ക്ക് നൽകിയിരുന്നതാണ്. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട MLAയുടെ നിർദ്ദേശാനുസരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടേറെ ടൂറിസം പദ്ധതികൾ അവിടെ നടപ്പിലാക്കിയത്. ചിൽഡ്രൻസ് പാർക്ക്, അതേപോലെ തന്നെ ടേക്ക് എ ബ്രേക്ക്, അതേപോലെ തന്നെ ടൂറിസം ഡെസ്റ്റിനേഷൻ ഹബ്ബ്, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തിട്ടുള്ള വലിയ രീതിയിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്ന ഓപ്പൺ എയർ സ്റ്റേജ് എന്നിവയെല്ലാം അവിടെ അതിനുശേഷം നിർമ്മിക്കുകയുണ്ടായി. അതുമാത്രമല്ല, നഗരസഭയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മറ്റനേകം പ്രോജക്റ്റുകൾ കൂടി ആ പ്രദേശത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വയോജന പാർക്ക്, ഭിന്നശേഷി പാർക്ക്, അതുപോലെ തന്നെ ഓപ്പൺ ജിംനേഷ്യം തുടങ്ങിയിട്ടുള്ള മറ്റു തരത്തിലുള്ള ഹാപ്പിനെസ് പാർക്ക് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നഗരസഭ വിഭാവന ചെയ്തിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ അത് അവിടെ നിർമ്മിക്കാൻ കഴിയുന്ന സാധ്യതയുള്ളതാണ്. ഈ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട തഹസീൽദാർ നഗരസഭ ഇതൊന്നും ചെയ്തു പോകരുത്, ഇത്തരത്തിലുള്ള ടൂറിസം ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു പോകരുതെന്നും അത് റവന്യൂ ഭൂമി ആണ്, റവന്യൂവിൻ്റെ കൈവശത്തുള്ള ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം ഒരു നോട്ടീസ് നൽകുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിയമപരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ അഭിഭാഷകനിൽ നിന്നൊക്കെ നമ്മൾ കൺസൾട്ട് ചെയ്തു. അതനുസരിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്, നിയമോപദേശം എന്ന് പറയുന്നത്, നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് 207 പ്രകാരം ഏതെങ്കിലും ഒരു PWD റോഡ്, അതൊരു സംസ്ഥാന പാതയോ ജില്ലാപാതയോ അല്ലാത്ത ഒരു PWD റോഡിൻ്റെ വശങ്ങളിലുള്ള മുഴുവൻ പുറമ്പോക്ക് വസ്തുക്കളും ഏത് തരത്തിലുള്ള എടുപ്പുകളും വസ്തുക്കളും ഒക്കെ തന്നെ നഗരസഭയിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിക്ഷിപ്തമാണ് എന്നുള്ളത് KM ആക്ട് 207 വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതനുസരിച്ച് 2018 നമ്മുടെ അവിടെ നിളയോര പാത PWD റോഡ് കമ്മീഷൻ ചെയ്ത് നിലവിൽ വന്നിട്ടുള്ളതാണ്. സ്വാഭാവികമായും അതിൻ്റെ ഒരു വശത്തായി കിടക്കുന്ന ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം നഗരസഭയ്ക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് നഗരസഭയ്ക്ക് പറയുവാനുള്ളത്. സ്വർണ്ണ ശില്പികളൊന്നായി ചേർന്നൊരു സ്വർണ്ണ വസന്തം KMJ. സ്വർണ്ണാഭരണ രംഗത്ത് പത്തരമാറ്റിന്റെ തിളക്കവുമായി KMJ ഗോൾഡൻ ഡയമണ്ട്സ് രണ്ടാമത്തെ പുതിയ വലിയ ഷോറൂം എടപ്പാളിൽ നിങ്ങൾക്കായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മംഗല്യ സ്വപ്നങ്ങളെ മംഗളകരമാക്കുന്ന വിവാഹ ആഭരണങ്ങൾ, ട്രഡീഷണൽ ആന്റിക് ആഭരണ വൈവിധ്യങ്ങൾ, നവീന മോഡലുകളിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, സിംഗപ്പൂർ, കൊൽക്കത്ത, കുവൈത്ത് ഡിസൈൻസ്, ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങൾ. KMJ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 9567512916. KMJ Golden Diamonds.
പൂത്തോൾ റോഡ്, തൃശൂർ. ഫോൺ 7777 023030.